കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും LDFന് വിശിഷ്യ CPMന് വലിയ പിന്തുണ നൽകിയിരുന്നത് മുസ്ലിം വിഭാഗങ്ങളാണ്. ആ മുസ്ലിം വിഭാഗം പൂർണ്ണമായും CPMനെയും LDFനെയും കൈയൊഴിയുന്നു എന്ന് പറയാവുന്ന വിധത്തിലുള്ള വിധിയാണ് ഇന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം LDFനെ കൈയൊഴിയുന്നത് എന്ന് അതിന് നേതൃത്വം നൽകുന്ന ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPMും LDFിലെ ഘടക കക്ഷികളും വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. CPM പൂർണ്ണമായും മുസ്ലിം വിരുദ്ധമായ ഒരു പാർട്ടിയായി മാറി എന്നതുകൊണ്ടാണോ, അങ്ങനെ ജനങ്ങൾ കരുതുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ CPM വെള്ളാപ്പള്ളി നടേശനോട് പുലർത്തുന്ന അനുഭാവപൂർണമായ നിലപാടുകളാണോ, മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ RSS നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളോട് പുലർത്തുന്ന അങ്ങേയറ്റം നിസ്സംഗമായ നിലപാടാണോ, ഇനി അതല്ല പോലീസിലെ സംഘപരിവാർ വൽക്കരണമാണോ, എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം LDFനോട് അകലാനിടയായത് എന്നതിനെ കുറിച്ചുള്ള പഠനം, അതേക്കുറിച്ച് നന്നായി പഠിക്കാൻ CPM തയ്യാറാകും എന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തയ്യാറാകേണ്ടതുണ്ട്. കാരണം ജനാധിപത്യത്തിൽ തോൽവികളൊക്കെ സ്വാഭാവികമാണ്. ആ തോൽവികൾ ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ച് പഠിക്കുകയും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ് ഏതൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ബാധ്യത എന്ന് പറയുന്നത്. എല്ലാ കാലത്തും ഒരു പാർട്ടി ജയിക്കുക, ഒരു മുന്നണി ജയിക്കുക, ഒരു പാർട്ടിക്ക് ആധിപത്യം ഉണ്ടാവുക എന്നതൊന്നും ജനാധിപത്യത്തിൽ നടപ്പുള്ള കാര്യമല്ല. ജനാധിപത്യത്തെ അട്ടിമറിച്ച് അല്ലെങ്കിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാവുന്ന വിധത്തിൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി, വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തി അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ജനാധിപത്യമാണോ എന്ന് സ്വാഭാവികമായ സംശയം ഉയരുന്നുണ്ടാകാം. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത്തരത്തിലുള്ള അട്ടിമറികളാണ് നടന്നത് എന്ന് കരുതാനുള്ള ഒരു ന്യായവുമില്ല. മറിച്ച് ജനവിധിയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുകയും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത്. മുസ്ലിം സമുദായം പൂർണ്ണമായും LDFനെ കൈവിട്ടു അല്ലെങ്കിൽ CPMനെ കൈവിട്ടു എന്നല്ല ഞാൻ പറയുന്നത്. മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷവും CPMനെ കൈവിട്ടിട്ടുണ്ട് എന്ന് വേണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം മുന്നിൽ വെച്ച് വിലയിരുത്താൻ. സംശയമുള്ള ആളുകൾക്ക് കൊല്ലം ജില്ലയിൽ CPMനുണ്ടായ LDFനുണ്ടായ തകർച്ചയെ പരിശോധിക്കാവുന്നതാണ്. എത്ര വലിയ തകർച്ചയാണ് അവർ നേരിട്ടിട്ടുള്ളത് എന്ന്, പതിറ്റാണ്ടുകളായി ആധിപത്യം നിലനിന്ന മേഖലകളിൽ എങ്ങനെയാണ് LDF തെന്നി വീണത് എന്നതിനെക്കുറിച്ച് പരിശോധിച്ചാൽ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ മുസ്ലിം പോക്കറ്റുകളെ വാർഡടിസ്ഥാനത്തിൽ തന്നെ എടുത്ത് മുസ്ലിം പോക്കറ്റുകളെ പരിശോധിക്കാവുന്നതാണ്. അത് കൊല്ലം ജില്ലയിൽ മാത്രമല്ല, ഏതാണ്ട് എല്ലാ ജില്ലകളിലും നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ പരിശോധിച്ചാൽ കിട്ടുന്ന ഉത്തരം മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷവും LDFനെ കൈവിട്ടിട്ടുണ്ട് എന്നതാണ്. എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ CPM അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏറെ കാലമായിട്ടില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ CPMന് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. ഒന്ന്, അൻവർ LDF സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച് MLA ആയി. ആ MLA സ്ഥാനം രാജിവെച്ചാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിടയായ ഒരു സാഹചര്യം. MLA സ്ഥാനം രാജിവെച്ചതിനാലാണ് അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അവിടെ സ്വതന്ത്രനായി തന്നെ, അഥവാ മൂന്നാം കക്ഷിയായി തന്നെ അൻവർ മത്സര രംഗത്തുണ്ടായിരുന്നു. അൻവറിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനമായ ലക്ഷ്യമായിരുന്നത് കോൺഗ്രസിൻ്റെതല്ല, CPMൻ്റെതായിരുന്നു. പിന്നീട് കോൺഗ്രസ് ആ ലക്ഷ്യത്തിലേക്ക് വന്നു. കാരണം അൻവറും കോൺഗ്രസും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതാവുകയും അവർക്കിടയിൽ രൂപപ്പെട്ടു വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സഖ്യം നഷ്ടപ്പെടുകയും ഇല്ലാതാവുകയും ചെയ്ത സമയത്ത് അൻവറിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു എതിർപ്പ് കോൺഗ്രസിനോടായിത്തീർന്നു. അല്ലെങ്കിൽ VD സതീശനെ ലക്ഷ്യമിട്ടുള്ള എതിർപ്പുകൾ അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷെ അപ്പോഴും CPMനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് പരക്ഷം സംഭവിച്ചിട്ടില്ല. അൻവറിന്റെ പുറത്തേറിയല്ല
നിലമ്പൂരിൽ തങ്ങൾ കാലങ്ങളായി വിജയിച്ചു വരുന്നത് എന്ന് സ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവിടെ വന്നു, മന്ത്രിമാർ അവിടെ തമ്പടിച്ചു, MLA മാരുണ്ടായിരുന്നു, സാധ്യമാകുന്ന MP മാരെ കൊണ്ടുവന്നു. അങ്ങനെ ഈ അർത്ഥത്തിൽ വലിയ വലിയ ഓളം സൃഷ്ടിക്കാൻ അവിടെ CPM ശ്രമിച്ചു. അവരുടെ ഏറ്റവും കരുത്തനായ നേതാവിനെ തന്നെ കളത്തിലിറക്കി. സ്വരാജ് എന്ന് പറയുന്നത് CPM-ന് ഇന്ന് ഇക്കാലത്ത് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആ നേതാവിനെ തന്നെ കളത്തിലിറക്കിയിട്ട് പോലും CPM-ന് ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല. ആ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അൻവർ പ്രതീക്ഷിച്ചതിനേക്കാളേറെ വോട്ടുകൾ CPM കേന്ദ്രങ്ങളിൽ നിന്ന് പിടിക്കുകയും ചെയ്തു. മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടിരുന്നു CPM എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ മുസ്ലിം വോട്ടുകളും ഏറെക്കുറെയും ഒന്നുകിൽ അൻവറിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ഒഴുകി പോകുന്നത് കാണുകയാണ്. അപ്പോഴും പറയുന്നത് പൂർണ്ണമായും എന്ന അർത്ഥത്തിലല്ല. CPM പ്രതീക്ഷിച്ചിരുന്ന വോട്ടുകളിൽ പലതും അൻവറിലേക്കോ കോൺഗ്രസിലേക്കോ നീങ്ങിപ്പോയി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം പാഠം പഠിക്കാനുള്ള ഒരു അവസരമായിരുന്നു. പക്ഷെ അവർ പഠിക്കുകയല്ല ചെയ്തത്, അവർ അതിനെ മറ്റൊരു തരത്തിൽ മറികടക്കാനാണ് ശ്രമിച്ചത്. അത് ഏത് തരത്തിലാണെന്ന് ചോദിച്ചാൽ, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ ഒപ്പം നിർത്തുന്നു. വെള്ളാപ്പള്ളി നടേശൻ എന്താണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാ ആളുകൾക്കും അറിയാം. അങ്ങേര് നിരന്തരമായി വർഗീയത പറയുകയാണ്, മുസ്ലിങ്ങളെ പണ്ട് പറയുകയാണ്, മലപ്പുറത്ത് ആക്ഷേപിക്കുകയാണ്, മലപ്പുറത്ത് മറ്റുള്ള ആളുകൾക്കൊന്നും ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്. ഈ തരത്തിൽ കൊടിയ വർഗീയത എന്ന് പറയാവുന്ന വാചകങ്ങൾ, പരാമർശങ്ങൾ നിരന്തരമായി നടത്തിയിട്ടും വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം ചേർക്കാനും വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റാനും ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കൊണ്ടുവരാനുമൊക്കെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ തയ്യാറാകുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയെ ഓരോന്നെടുത്ത് ഇങ്ങനെ ഇഴകീറി പരിശോധിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് നമ്മുടെ മുമ്പിലുള്ളതാണ്. വെള്ളാപ്പള്ളി എന്താണ് പറയുന്നത് എന്ന്, എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. പക്ഷേ ആ വെള്ളാപ്പള്ളിയെ ഒപ്പം നിർത്തിയിട്ട് മുസ്ലിം വോട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുകയും അതുവഴി തങ്ങൾക്ക് വിജയം നേടുകയും ചെയ്യാമെന്ന ഒരു തന്ത്രത്തിലേക്ക് CPM മാറിയോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ആ തന്ത്രത്തിന്റെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ പോലും വർഗീയ പാർട്ടിയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് CPM ചൂടുമാറ്റിയത്. നോക്കൂ, കുറച്ച് മാസങ്ങൾക്കപ്പുറത്ത് മുസ്ലിം ലീഗിനെ ഒപ്പം കിട്ടുമോ എന്ന് ആലോചിച്ച പാർട്ടിയാണ് CPIM. ആ പാർട്ടിയാണ് സമീപ മാസങ്ങളിൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന നിലപാടെടുക്കുന്നു. UDF-നെ ആ തരത്തിൽ വർഗീയമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഈ തരത്തിലുള്ള പ്രചാരണങ്ങളുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം തീർച്ചയായും ഇപ്പുറത്ത് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുക എന്നതായിരുന്നു. പക്ഷേ ആ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണവും സംഭവിച്ചില്ല. ആ വോട്ടുകൾ പലതും പോയത് BJP-യിലേക്കാണ് എന്ന് വേണം സംസ്ഥാനത്തെ പലയിടങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരം അത് പരിശോധിക്കാവുന്നതാണ്. മറ്റൊന്ന് എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയതയാണ്, അല്ലെങ്കിൽ വാർഡ് വിഭജനത്തിലെ തനി രാഷ്ട്രീയമാണ്. അങ്ങനെ പറയേണ്ടതുണ്ട്. ആ തനി രാഷ്ട്രീയം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നടത്തിയതെങ്കിൽ പോലും അതിൻ്റെ മിക്കയിടങ്ങളിലെയും ഗുണഭോക്താക്കളായി BJP മാറി എന്നതാണ്. ഭീമാപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. കോഴിക്കോട് ചാലപ്പുറം വാർഡ് വിഭജിച്ച സമയത്ത് തന്നെ ആ വിഭജനം BJP-ക്ക് അനുകൂലമായി തീരുമെന്ന് അവിടുത്തെ കോൺഗ്രസിന്റെയും ലീഗിന്റെയൊക്കെ നേതാക്കൾ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കപ്പെട്ടില്ല. അവിടെ പ്രതീക്ഷിച്ചതുപോലെ BJP-യുടെ സ്ഥാനാർത്ഥി ജയിച്ചു കയറുകയും ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ BJP സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ BJP-യുടെ വളർച്ച അതിശയകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. BJP ഈ തരത്തിൽ എങ്ങനെയാണ് 14 സീറ്റാണ് നേടിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ തരത്തിലേക്ക് എങ്ങനെയാണ് കോഴിക്കോട് നഗരപരിധിയിൽ BJP മാറിയത്, വളർന്നത് എന്ന് ഈ കോഴിക്കോട്ടെ എല്ലാ പാർട്ടികളും, എല്ലാ മതനിരപേക്ഷ പാർട്ടികളും കാര്യഗൗരവത്തോടു കൂടി ആലോചിക്കുകയും ആ BJP വളർച്ചയെ തടയാൻ ഉതകുന്ന വിധത്തിലുള്ള പദ്ധതികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കോഴിക്കോട്ട് BJP വളരുന്നു എന്ന് പറയുന്ന സമയത്ത് അതിനവർ എന്ത് തന്ത്രമാണ് പുറത്തെടുത്തത് എന്നതുകൂടി പരിശോധിക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോട്ടാണെങ്കിലും മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂരിൽ BJP പയറ്റിയ ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം ആളില്ലാത്ത വീടുകളിൽ
കൂടുതൽ കാലങ്ങളായി ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളിൽ ഇവിടേക്ക് ആളുകളെ കൊണ്ടിരുത്തുകയും അവിടെ അവരുടെ പേരിൽ വോട്ട് ചേർക്കുകയും അങ്ങനെ വോട്ടിന്റെ വലിയ പെരുപ്പമുണ്ടാക്കുകയും ചെയ്തു. തൃശ്ശൂരിൽ ഇത് നന്നായി കണ്ടതാണ്. തിരുവനന്തപുരത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉണ്ടായിട്ടുണ്ട്. അവിടെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി മത്സരിച്ച ഒരു വനിതയാണ്. അവർ ചില ഇടങ്ങളിലൊക്കെ ചില വീടുകളിലൊക്കെ പോയ സമയത്ത് അവിടെ ആ വീട്ടുകാരല്ലാത്ത പലരുടെയും വോട്ടുകൾ ചേർത്തതായി അവർ ചൂണ്ടിക്കാണിക്കുകയും അത് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊച്ചി എന്നൊക്കെ പറയുന്നത് ഫ്ലാറ്റുകൾ ധാരാളമായി ഉയർന്നു വരുന്ന പറഞ്ഞാൽ നമ്മുടെ സാമ്പ്രദായികമായ താമസ സൗകര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭവന സമുച്ചയങ്ങൾ ഉയർന്നു വരുന്ന സ്ഥലങ്ങളാണ്. അവിടെയെല്ലാം ഈ തരത്തിൽ വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരാണ് വോട്ട് ചേർത്തത് എന്ന്, അതെങ്ങനെയാണ് BJPക്ക് ഗുണകരമായി തീർന്നത് എന്നതിനെ കുറിച്ച് ഈ പറയുന്ന ജനാധിപത്യ പാർട്ടികൾ സമയമെടുത്ത് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJP ഭരിക്കുന്നു. BJPയുടെ ദീർഘകാലത്തെ അജണ്ടയാണ്. ദീർഘകാലം അവർ പ്രയത്നിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് BJP എത്തിച്ചേർന്നിരിക്കുന്നു. തിരുവനന്തപുരത്തുകാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. എങ്ങനെയാണ് അവിടെ ഈ തരത്തിലുള്ള വലിയ മുന്നേറ്റം BJP നടത്തിയിട്ടുള്ളത് എന്നത് പഠിക്കേണ്ട കാര്യമാണ്. പഠിക്കണം എന്ന് പറയുന്നത് BJPയുടെ ഈ വളർച്ച ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചാണ് എന്ന് മനസ്സിലാക്കുന്നതിനപ്പുറത്ത് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും അതിനുള്ള പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആവേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് BJP അധികാരത്തിൽ വരുമെന്നൊക്കെ വലിയ പ്രതീക്ഷ ഈ ഫലം വരുന്നതിന് മുമ്പ് തന്നെ PV രാജേഷിനെ പോലുള്ള അവിടെയുള്ള BJP നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു. ആ പ്രതീക്ഷയെ ബലപ്പെടുത്തുന്ന വിജയമാണ് അവിടെ BJPക്ക് കിട്ടിയിട്ടുള്ളത്. വലിയ മുന്നേറ്റം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ഉം LDF-ഉം നടത്തിയിരുന്നു. LDF-ന്റെ മേയറാണ് CPM-ന്റെ ആര്യ രാജേന്ദ്രനാണ് അവിടെ കഴിഞ്ഞ 5 വർഷം മേയറായിരുന്നിട്ടുള്ളത്. അവിടെ എന്തുകൊണ്ടാണ് ഈ തരത്തിൽ CPM ഒക്കെ പ്രതീക്ഷിച്ച ഇന്ന് രാവിലെ പോലും അവിടെ നിന്നുള്ള നേമത്ത് നിന്നുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള B. ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് അവിടെ 50-60 സീറ്റുകൾ 60 സീറ്റ് വരെ CPM LDF നേടും എന്ന ശുഭാപ്തി പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ പ്രതീക്ഷയൊക്കെ തകിടം മറിച്ചുകൊണ്ട് എങ്ങനെയാണ് 50 സീറ്റിലേക്ക് BJP വളർന്നത്, എങ്ങനെ BJP 50 സീറ്റ് നേടി, എന്തുകൊണ്ട് CPM-ന്റെ CPM-ന്റെ സീറ്റുകൾ കുറഞ്ഞു എന്ന് CPM പരിശോധിക്കേണ്ടതുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കുറയുകയല്ല, കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി മെച്ചപ്പെടുത്തുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും അവരും പഠിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് BJP വളർന്നത് എന്ന്. BJPക്ക് അവിടെ ഒരു മേയർ ഉണ്ടാകുന്ന തലസ്ഥാന നഗരിയിൽ ഒരു മേയർ ഉണ്ടാകുന്ന വിധത്തിലേക്ക് BJP എങ്ങനെയാണ് അവരുടെ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് എന്ന് കോൺഗ്രസും പഠിക്കേണ്ടതുണ്ട്. ആ പഠനങ്ങളിൽ നിന്നാണ് കേരളത്തിൻ്റെ ഭാവി ജനാധിപത്യത്തെക്കുറിച്ചുള്ള, ഭാവി മതനിരപേക്ഷതയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉയർന്നു വരേണ്ടത്.